ഇവിടെ ഞങ്ങൾ വിനായക ചതുർത്ഥി ആഘോഷിച്ച ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ 16 ഗണേശനെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നത്. 7th നമ്മുടെ വിനായക ചതുർത്ഥി ആയിരുന്നത്, 7th അപ്പൊ അതിന്റെ തലേ ദിവസം തന്നെ നമ്മൾ രാത്രിയിൽ ഗണേശന്റെ വലിയ ഒരു മൂർത്തി നമ്മൾ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരും. ഇപ്പം നമ്മൾ വീടുകളിലും പേഴ്സണലായിട്ട് നമുക്ക് ആഘോഷിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഗണേശനെ കൊണ്ടുവന്നിട്ട് നമ്മൾ തലേദിവസം തന്നെ കൊണ്ടുവന്ന് വെക്കും. പ്രാവശ്യം ഞങ്ങളുടെ ഗണേശന്റെ കൂടെ അതായത് ശിവന്റെ പിന്നെ നന്ദിയുടെ ഒക്കെ ഇതാക്കണ്ടോ, ശിവനും നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഗണേശന്റെ ഫേസ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പൂജയൊക്കെ ചെയ്ത് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് ഗണേശനെ നമ്മൾ മോഹം കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ രാവിലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാവിലെ ഉണ്ട് വൈകുന്നേരം ഉണ്ട്. ഇത് നമ്മൾ 7ാം തീയതി അതായത് വിനായക ചതുർത്ഥിയുടെ അന്ന് ഗണേശനെ കൊണ്ടുവന്നിട്ട് പിന്നെ 7 ദിവസത്തേനാണ് കേട്ടോ വെച്ചത്. അപ്പം രാവിലെയും വൈകുന്നേരവും ഇതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ ദിവസവും കുട്ടികളുടെയും പിന്നെ നമ്മുടെ ജെൻസിന്റെ ആണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും ഒരുപാട് പ്രോഗ്രാമുകളും മ്യൂസിക്കൽ ചെയറും കുട്ടികളുടെ പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ. അപ്പൊ ഇത് 7 ദിവസം വെക്കാം, 3 ദിവസം വെക്കാം, പിന്നെ 1 ദിവസം വെക്കുന്നവരുണ്ട്, 5 ദിവസം വെക്കുന്നവരുണ്ട്. പിന്നെ 10ാമത്തെ ദിവസമാണ് കേട്ടോ മെയിൻലി ഇത് ഒഴുക്കേണ്ടത്. അതായത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാമത്തെ ദിവസമാണ് ഒഴുക്കുന്നത്. 10ാമത്തെ ദിവസം അത് ഇന്നാണ് അനന്ത ചതുർത്ഥി എന്ന് പറയും. അനന്ത ചതുർത്ഥിയുടെ അന്നാണ് ഏറ്റവും ലാസ്റ്റ് ഒഴുക്കേണ്ടത്. അപ്പൊ നമുക്ക് 1 ദിവസം വെക്കാം, 3 ദിവസം വെച്ചിട്ട് 3ാമത്തെ ദിവസം ഒഴുക്കാം, 5 ദിവസം വെച്ചിട്ട് 5ാമത്തെ ദിവസം നമുക്ക് ഒഴുക്കാം, 7 ദിവസം വെച്ചിട്ട് 7ാമത്തെ ദിവസം ഒഴുക്കാം, 10 ദിവസം വെച്ചിട്ട് അങ്ങനെ. അതായത് അനന്ത ചതുർത്ഥി എന്നാണ് വരുന്നത്. ഇപ്പൊ ഇത് 11ാമത്തെ ദിവസമാണ് ഈ വർഷത്തെ അനന്ത ചതുർത്ഥി വന്നേക്കണേ. ഗണേശ ചതുർത്ഥി മുതൽ 11 ദിവസം വരെ കേട്ടോ. അപ്പൊ ഇന്നാണ് ഇവിടുത്തെ മുംബൈയിലെ എല്ലാം ഗണപതിനെയൊക്കെ ഒഴുക്കുന്ന ഏറ്റവും ലാസ്റ്റ് ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ഒഴുക്കില്ല കേട്ടോ. അപ്പം ലാൽബാഗ് മുംബൈയിലെ ലാൽബാഗ് എന്നുള്ള സ്ഥലത്ത് ഒരു ഏറ്റവും വലിയൊരു ഗണേശന്റെ മൂർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇന്നാണ് കേട്ടോ ഒഴുക്കണത്. അനന്ത ചതുർത്ഥിയുടെ അന്നാണ് ഒഴുക്കേണ്ടത്. അപ്പൊ ഒരുപാട് എല്ലാവർക്കും മുംബൈക്കാർക്ക് സംബന്ധിച്ചോളം വലിയൊരു ആഘോഷമാണ് കേട്ടോ ഈ ഗണേശ ചതുർത്ഥി എന്നൊക്കെ പറയുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും 7 ദിവസം ലീവ്, അവർക്കാണല്ലോ രാവിലെയും വൈകുന്നേരവും പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ഓരോ പ്രോഗ്രാംസും, പിന്നെ ലേഡീസ് ആണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒത്തൊരുമയോടെ ചെയ്യുന്നൊരു നല്ലൊരു ആഘോഷമാണ് കേട്ടോ ഇത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ 7ാമത്തെ ദിവസം വൈകുന്നേരം ഇങ്ങനെ പൂജയൊക്കെ നടത്തി ഒന്നുകൂടെ ആരത്തിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗണപതിയെ കൊണ്ടുപോയിട്ട് ഒഴുക്കുന്നത് അതൊരു വലിയ ചടങ്ങാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇതുണ്ടോ, ഇതിന്റെ ഡ്രമ്മിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഗണപതിനെ അവിടുന്ന് കുറച്ചൊന്ന് അനക്കിയിട്ട് നമ്മൾ പതുക്കെ എടുത്ത് കൊണ്ടുപോവാണ്. അത് നമ്മൾ ഒരു വലിയ വെഹിക്കിളിനകത്തോട്ട് വെച്ച് കൊണ്ടുവന്നത്, ഒരു ടെമ്പോയുടെ ബാക്കിൽ ഇരുത്തിയാണ് ഗണേശനെ കൊണ്ടുവന്നത്. ഇവിടുന്ന് നമ്മൾ കുറച്ച് നമ്മുടെ അടുത്ത് തന്നെയാണ് ഒരു ഒഴുക്കേണ്ട സ്ഥലം. ഒഴുക്കേണ്ടെന്ന് വെച്ചൊരു ചെറിയൊരു പോണ്ട് അതാണ്. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി ഒഴുക്കേണ്ടത്. നമുക്ക് ചെറുതായിട്ട് നടന്നു പോകുന്നുള്ളൂ. എന്നാലും നമ്മൾ ഫ്ലാറ്റിനൊക്കെ ഒന്ന് ചുറ്റി വളഞ്ഞ് വണ്ടിയിൽ നല്ല പടക്കമൊക്കെ പൊട്ടിച്ച് ഇതെല്ലാം ചെണ്ടമേളം ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് വേണം നമ്മൾ ഗണേശനെ കൊണ്ടുപോയി ഒഴുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റിലുള്ള എല്ലാവരും ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ നല്ലൊരു ആഘോഷമാണ്. എനിക്ക് പറയാൻ അറിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവസാനം ഒഴുക്കേണ്ട ആ ദിവസം നമുക്ക് ചെറുതൊരു സങ്കടം വരും കേട്ടോ. അയ്യോ, ഇത്രയോ ദിവസം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഗണപതിനെ നമ്മൾ ഒഴുക്കാനുള്ളത് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ഇത് മോളാണ് ഡാൻസ് കളിക്കുന്ന, അവളും ഫ്രണ്ട്സും കൂടെ എല്ലാവരും. അപ്പം നമ്മൾ വഴിനീളം ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടൊക്കെ പോയിട്ട് ഗണപതിനെ കൊണ്ടുപോയിട്ട് ഒഴുക്കിയിട്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എല്ലായിടത്തും അത് ഓരോരോ സൊസൈറ്റിയിൽ ആണ് വെക്കുന്നത്. സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്ലാറ്റിൽ 90 ആൾക്കാരുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു പൈസയ്ക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗണപതിനെ വാങ്ങിക്കുന്നത്. രാവിലത്തെ വൈകുന്നേരത്തെ പൂജ, പിന്നെ വൈകുന്നേരം ഭക്ഷണം, കുട്ടികളുടെ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാംസിന് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അല്ലാതെ വീടുകളിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ വീട്ടിൽ ഇപ്പം നമ്മൾ ഗണപതിനെയൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ നടന്നു പോവാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് റോഡിലൊക്കെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. നമ്മൾ പൊതുവേ സൗത്ത് ഇന്ത്യൻസിന് കുറച്ച് ഷൈ ഉള്ള കൂട്ടത്തിലല്ലേ ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കൂടുതലും ഈ വീഡിയോ എടുക്കലാണ് കേട്ടോ നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കാറില്ല. പിന്നെ പിള്ളേരൊക്കെ ഇവിടെ വളർന്നുകൊണ്ട് അവർക്ക് അതൊരു യൂസ്ഡായി അവരൊക്കെ.
അങ്ങനെ കളിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇനി നമ്മുടെ മാത്രമല്ല, അപ്പൊ 7 ദിവസത്തിന് ഒഴുക്കേണ്ട ഒരുപാട് ഗണപതിയൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോണ്ടിന്റെ അവിടെ കൊണ്ട് ഒഴുക്കുകയാണ്. അത് നമ്മുടെ ഗണപതിന്റെ ടെമ്പോയിൽ നിന്ന് എടുത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. കൊണ്ടുപോയിട്ട് ഇനി അവിടെ ഒഴുക്കും. അപ്പം ഉള്ളിലോട്ട് അവർ കയറ്റത്തില്ല, ആ ഗേറ്റിന്റെ അവിടെ വരെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. ഇത് വേറെ ഏതോ ഒരു സൊസൈറ്റിയിലെ ഗണപതിനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് അവിടുന്ന് വേറൊരു ഗണപതി വരുന്നുണ്ട്, കാണുന്നില്ലേ? വലിയൊരു വിഗ്രഹമാണ്, അതും കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെയാണ് കേട്ടോ. ഇത് നമ്മുടെ ശിവനും നന്ദിയൊക്കെ ഉള്ള വിഗ്രഹം നമ്മുടെയാണ്. ഇതിപ്പോ നമ്മളിവിടെ അവരുടെ ആ പോണ്ടിന്റെ അടുത്ത ഗേറ്റിന്റെ അവിടം വരെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അതിനുശേഷം പിന്നെ അവര് അങ്ങോട്ട് പോയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഒഴുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആട്ടോ, നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണിത്. ഇത് അവിടെ കൊണ്ടുപോയി ഒഴുക്കും. കുറച്ചൊരു സങ്കടം വരും കേട്ടോ ഒഴുക്കുന്ന സമയത്ത്. പക്ഷെ ഇത് എല്ലാ വർഷവും നമ്മുടെ വിഘ്നങ്ങളൊക്കെ കൊണ്ടുപോയി ആ വെള്ളത്തിലൂടെ നമ്മൾ ഒഴുകി പോവാന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. ഇനി അടുത്ത വർഷം ഗണപതി വരും, അപ്പൊ അങ്ങനെ ഈ വർഷത്തെ ഈ വിഘ്നങ്ങളൊക്കെ ഗണപതി കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇങ്ങനെ ഒഴുക്കുന്നത്. അടുത്ത വർഷം നമുക്ക് പുതിയൊരു ഗണപതിനെ വെച്ച് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അവിടെ കാണുന്നില്ല, അതാണ് കേട്ടോ പോണ്ട്. അപ്പൊ അവിടെയാണ് കൊണ്ടുപോയി ഒഴുക്കുന്നത്. നമ്മളെ അകത്തോട്ട് നമ്മൾ കയറ്റത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നിട്ട് അവര് ഓരോന്നായിട്ട് തന്നെ ഒഴുക്കുക അവിടെ. അപ്പൊ ഇതൊന്നും ഇങ്ങനെ അതായത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതല്ല, പ്ലാസ്റ്റിക് സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടോ ഓരോന്നോരോന്നായിട്ട് ഒഴുക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ്. അപ്പൊ കുറേ നാള് കൂടിയാണ് ഞാനൊരു വ്ലോഗ് എടുത്തത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം 1 വർഷത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നു ഒരു വ്ലോഗ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ലോഗ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.